താങ്ക് യു അച്ഛ. അച്ഛ കേൾക്കാവോ? ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠർ, വർത്തമറിയം സമാജം ഓഫീഷ്യൽസ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കറിയാം, ഒരു പൈതൽ വളർന്നു വരുന്ന നാൾ വഴി ജനിക്കുന്ന ദിവസം മുതൽ ആ പൈതലിന്റെ മുൻപോട്ടുള്ള വളർച്ചയിൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ ചുറ്റു നിൽക്കുന്നവർക്കും ഒരു വലിയ പങ്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ റീജ കൊച്ചുമ്മയായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കണമെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഒപ്പം നിന്ന് കരുതലിലും പ്രാർത്ഥനയിലും എന്നെ ചേർത്ത് പിടിച്ച രണ്ട് പേര് നിങ്ങളുടെ മുൻപിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട തിരുമേനിയും ഐസക് ബി പ്രകാശ് അച്ഛനും. രണ്ടു പേരോടും എന്നെ ഞാനാക്കി മെനഞ്ഞതിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കരുതലും എനിക്കൊരു ബലമായിരുന്നു. എനിക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. സമയപരിമിതി മൂലം വലിയ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ അല്പസമയം നിങ്ങളുമായി ഇന്ന് ചിന്തിക്കണമെന്നും പഠിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത് 84-ാം സങ്കീർത്തനമാണ്. 84-ാം സങ്കീർത്തനത്തെ പറയുന്നത് ദ പേൾ ഓഫ് ദ സാംസ്, ദ പേൾ ഓഫ് ദ സാംസ്. നമുക്കറിയാം, ഈ 84-ാം സങ്കീർത്തനത്തിന്റെ അത് തുടങ്ങുന്നതിന് മുൻപായി എഴുതിയ രണ്ട് വരികളുണ്ട്. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ആരുടെയാ? കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. കോരഹ് പുത്രന്മാർ ആരാന്ന് അറിയണമെങ്കിൽ ആരെ അറിയണം? കോരഹ് ആരാന്നറിയണം അല്ലേ? കോരഹ് ആരാ? ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മോശയും അഹ്റോനും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കോരഹിനോടൊപ്പം ചേർന്ന് ചില ആളുകൾ എഴുന്നേറ്റ് നിന്ന് മോശയോടും അഹ്റോനോടും മറുതലിച്ചു നിൽക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ പൗരോഹിത്യം, നിങ്ങളെ ആരാണ് നേതാക്കന്മാരാക്കിയത്, ഞങ്ങൾക്കും നേതാക്കന്മാരാവാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മറുതലിച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ കോരഹിന് സംഭവിച്ചത് എന്താ? ഭൂമി പിളർന്ന് കോരഹും കൂടെ ഉണ്ടായിരുന്നവരും ഭൂമി പിളർന്ന് ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞെന്നാ പറയുന്നത്. അപ്പോൾ കോരഹിന് വലിയ ആത്മീയ പാരമ്പര്യമൊന്നുമില്ലല്ലേ? കോരഹിന്റെ പാരമ്പര്യം എന്തുവാ? യഹോവയുടെ ദാസന്മാരോട് മറുതലിച്ചു നിന്ന ഒരു പാരമ്പര്യമാണ് കോരഹിനുണ്ടായിരുന്നത്. എന്നാൽ കോരഹിന്റെ മക്കൾക്കോ അപ്പൻ നടന്ന വഴിയെ നടക്കാഞ്ഞ മക്കൾ. അപ്പന്റെ പാരമ്പര്യവും അപ്പന്റെ മറുതലിച്ചു നിന്ന സ്വഭാവവും മാറ്റി എഴുതിയ മക്കൾ. ആ മക്കൾ എഴുതിയ സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. ഈ 84-ാം സങ്കീർത്തനത്തിന്റെ 3 ഭാഗങ്ങളിലായിട്ട് ഭാഗ്യവാന്മാർ എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ആരാണ് ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ. 1-ാം സങ്കീർത്തനം തുടങ്ങുന്ന തന്നെ ഭാഗ്യവാന്മാരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നാം കാണുന്നുണ്ട് ഭാഗ്യവാന്മാർ ആരാന്ന്. എന്നാൽ 84-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കോരഹ പുത്രന്മാർ ഈ യെരൂശലേം ദേവാലയത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ലേവ്യരുണ്ട്, മഹാപുരോഹിതരുണ്ട്. അങ്ങനെ ഈ ദാവീദ് രാജാവ് സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് കോരഹ പുത്രന്മാർക്ക് നൽകുന്ന ഒരു പദവിയുണ്ട്. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. സമയപരിമിതി മൂലം ഞാൻ വായിക്കുന്നില്ല. ഈ ദാവീദ് രാജാവ് കോരഹ പുത്രന്മാർക്ക് കൊടുത്ത സ്ഥാനമാണ് സംഗീത പ്രമാണി എന്നുള്ള സ്ഥാനം, കൊയർ മാസ്റ്റർ. എന്താണ് ഈ കൊയർ മാസ്റ്ററിന്റെ ജോലി? എന്തുവാ? യെരൂശലേം ദേവാലയത്തിൽ ഇരുന്ന് യഹോവയ്ക്ക് സങ്കീർത്തനങ്ങൾ എഴുതുക, തപ്പിന്റെയും കിന്നരത്തിന്റെയും ഒക്കെ വാദ്യ അകമ്പടിയോടുകൂടി യഹോവയെ പാടി സ്തുതിക്കുക. 84-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട് കോരഹ പുത്രന്മാരുടെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആലയത്തിൽ പാർക്കുന്നതിനേക്കാളും നിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് അത്രയും ഭാഗ്യമെന്ന്. അപ്പോൾ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരിക്കുവാൻ ആഗ്രഹിച്ച കോരഹിനെ യഹോവ എവിടെ കൊണ്ടെത്തിച്ചു? മുൻപന്തിയിലിരുന്ന് അവന് വേണ്ടി സംഗീതം ആലപിക്കുവാൻ, സങ്കീർത്തനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം യോഗ്യനാക്കി തീർത്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഭാഗ്യവാൻ എന്നുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യമായി നാം കാണുന്നത് 4-ാം വാക്യത്തിലാണ്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. കോരഹ പുത്രന്മാർ ഒരു ദിവസം യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണുക.
എന്തുവാ കണ്ടത്? കുരികിലും മീവൽ പക്ഷിയും ഒക്കെ ഇങ്ങനെ പാറി ഉല്ലസിച്ച് നടക്കുന്നു. യഹോവയുടെ ബലിപീഠത്തിൽ കുരികിലും മീവൽ പക്ഷിയും ഒക്കെ കൂടുകൂട്ടിയിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച അവിടെ കാണുകയാണ്. നമുക്കറിയാം, കുരികൾ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു പക്ഷിയാ. സെന്റ് മാത്യുവിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കുരികിലിനെ ചില്ലിക്കാശിനോട് ഉപമിക്കുന്നത്. യാതൊരു വിലയും കൊടുക്കാത്തൊരു പക്ഷിയാ കുരികില്. പക്ഷെങ്കില് ആ കുരികില് പോലും തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുകൂട്ടിയത് എവിടെയാ? യഹോവയുടെ യാഗപീഠത്തിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ കുരികിലും മീവൽ പക്ഷിയും എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. എന്റെയും നിങ്ങളുടെയും അപ്പനും അമ്മയും ബലിപീഠത്തിൽ നമുക്ക് വേണ്ടി കൂടുകൂട്ടിയത് കൊണ്ടാ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അല്പസമയമെങ്കിലും എന്റെ ദൈവത്തിന്റെ മുൻപിലിരുന്ന് അവനെ ധ്യാനിക്കണം, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യഹോവയുടെ ബലിപീഠത്തിങ്കിൽ കുരികിലിനെ പോലെ, മീവൽ പക്ഷിയെ പോലെ കൂടുകൂട്ടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാ. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിപീഠത്തിങ്കിൽ മീവൽ പക്ഷിയെ പോലെ കൂടുകൂട്ടുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമതായി നാം കാണുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. രണ്ടാമതായിട്ട് നാം കാണുന്ന, ആദ്യം നാം കണ്ടു യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ. രണ്ടാമത് നാം കാണുക ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബലം നിന്നിലുള്ള മനുഷ്യന്. നമ്മൾ കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തില് ശിംശോനെ കാണുന്നുണ്ട് അല്ലെ. വലിയ അതികായകനായ ഒരു മനുഷ്യനാ. മുൻപേ വന്ന സിംഹത്തിനെ ഒരു ആട്ടിൻകുട്ടിയെ പിച്ചു ചീന്തുന്നത് പോലെ ലാഘവത്തോടു കൂടി ചീന്തി എറിഞ്ഞവനാ. ഒരു കഴുതയുടെ താടി എല്ലുകൊണ്ട് എത്രയോ പേരെ നിഹരിച്ചവനാ. പക്ഷെങ്കില് ആ ശിംശോന് അവന്റെ ഉടമ്പടി എന്തുവായിരുന്നു? അവന്റെ തലയിലെ ജടയായിരുന്നു അല്ലേ. അത് മുറിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ബലം ക്ഷയിച്ചു പോകുന്നതാ കാണുന്നത്. അപ്പോൾ ശിംശോന്റെ ബലം എന്തിലായിരുന്നു? അവന്റെ മുടിയിലായിരുന്നു? അല്ല, അവന്റെ ആ ഉടമ്പടിയിലായിരുന്നു. അവന്റെ യഹോവയുമായുള്ള ബന്ധത്തിലായിരുന്നു, ഉടമ്പടിയിലായിരുന്നു. പലപ്പോഴും ഞാനും നിങ്ങളും വിസ്മരിച്ചു പോകുന്നൊരു കാര്യവും അതാ. നമ്മൾ ബലം കണ്ടെത്തുന്ന എവിടാ? എന്റെ മക്കൾക്ക് നല്ല ജോലിയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളൊക്കെ വെൽ സെറ്റിൽഡ്, അതുകൊണ്ട് അവരെന്നെ നോക്കിക്കോളും. കുരികിലിനും മീവൽ പക്ഷിക്കും കൂടുകൂട്ടുവാൻ വലിയ വലിയ വൃക്ഷങ്ങൾ ഇല്ലാതിരുന്നിട്ടല്ല. പക്ഷെങ്കില് ഒരു കൊടുങ്കാറ്റിനോ ഒരു ചെറിയൊരു കാറ്റിനോ പോലും കടപുഴക്കി എറിയുവാനുള്ളതേ ഉള്ളൊരു വൃക്ഷം അല്ലേ. പക്ഷെങ്കിൽ യഹോവയുടെ ബലിപീഠമോ അത് സുസ്ഥിരമാ, അത് എന്നേക്കുമുള്ള ഒരു ഉടമ്പടിയാ. അതുകൊണ്ട് ഞാനും നിങ്ങളും ബലം കണ്ടെത്തേണ്ടത് എവിടെയാ? എന്റെ യഹോവയുടെ സന്നിധിയിലാ. യഹോവയിൽ ബലം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും എന്റേതെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടേതെന്ന് അവകാശപ്പെടുന്ന ഈ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ നമ്മോടൊപ്പം കാണുകയുള്ളൂ. മൂന്നാമതായി നാം കാണുകയാണ്, അല്ല ഇതിന് തൊട്ടുപുറകെ നാം വായിക്കുന്നുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികൾ ഉണ്ടെന്ന്. എന്താണ് ഈ സിയോണിലേക്കുള്ള പെരുവഴികൾ? നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിൽ പ്രധാനമായി 3 പെരുന്നാളുകളാണ് ഉണ്ടായിരുന്നത് അല്ലെ. പെന്തക്കോസ്തി പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെസഹ പെരുന്നാൾ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെല്ലാവരും എവിടെയായാലും, ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും കഴിവതും ഈ പെരുന്നാളുകളിൽ വന്ന് സംബന്ധിക്കുവാൻ ആഗ്രഹിക്കും. അപ്പോൾ സിയോണിലേക്കുള്ള അവരുടെ പെരുവഴി ഏതാ? അതൊരു വാഞ്ചയാ. ഞാൻ ബലം കണ്ടെത്തുന്നത് എന്റെ യഹോവയിലാ. അതുകൊണ്ട് എന്റെ വാഞ്ച എന്താ? എനിക്ക് എന്റെ എന്റെ യഹോവയുടെ ആലയത്തിൽ, എന്റെ ദേവാലയത്തിൽ ചെന്നെത്തണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. തുടർന്ന് കാണുന്നുണ്ട്, അങ്ങനെയുള്ളവൻ ഇതിലേക്ക് നടക്കേണ്ടി വരും, കണ്ണുനീർ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വരുമെന്ന്. കാത്തലിക് ബൈബിളിലും പഴയ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളിലും ഒക്കെ ഈ കണ്ണുനീർ താഴ്വരയെ പറയുന്നത് ബാക്ക താഴ്വര എന്ന് പറയുന്നത്. ബാക്ക താഴ്വര എന്ന് പറയുന്നത്, അതിന് കണ്ണുനീർ താഴ്വര എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. അവിടെ ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ തൊലിയിൽ നിന്നും ഒരു ദ്രാവകം, കണ്ണുനീർ തുള്ളി പോലെ ഒരു ദ്രാവകം എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏതോ ഭാവനയുള്ളവൻ ഇട്ട പേരാണ് കണ്ണുനീർ താഴ്വര എന്ന്. ആ ചെടിക്ക് പറയുന്ന പേര് തന്നെ ടിയർ ശബ്ദ, കണ്ണുനീർ ചെടി എന്നാ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ കണ്ണുനീർ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ ഒരുപക്ഷെ ഈ ദ്രാവകം വീണ് അവിടെ എല്ലാം പായലായി കാണാം. ഒരുപക്ഷെ അവർ തെന്നി വീണേക്കാം. എങ്കിൽ പോലും അവരുടെ ബലം ആരില്ല? യഹോവയെങ്കില. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തില് നമ്മൾ ആത്മീയമായി എത്ര ഉന്നതി പ്രാപിച്ചവരാണെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, എന്റെ ദൈവമേ, ഞാൻ എല്ലാ പ്രാർത്ഥനകളും എല്ലാ യാമപ്രാർത്ഥനകളും നടത്താറുണ്ട്, എല്ലാ ഉപവാസവും നോക്കും, ഞാൻ എല്ലാ നോയമ്പും നോക്കും, എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ എനിക്ക് ഈ കഷ്ടപ്പാടും പ്രയാസങ്ങളെന്ന്? അല്ലെ? യഹോവയെങ്കിൽ ബലം കണ്ടെത്തിയവൻ പോലും നടക്കേണ്ടുന്ന വഴി ഏതാ? കണ്ണുനീർ താഴ്വരയാ. അതുകൊണ്ട് ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും എന്ത് തന്നെ ഉണ്ടായാലും ആര് കാത്തുകൊള്ളും? എന്റെ ദൈവം, എന്റെ തമ്പുരാൻ എന്നെ കാത്തുകൊള്ളും. അതാണ് തമ്പുരാനുമായുള്ള ബന്ധത്തിൽ നാം കണ്ടെത്തുന്ന ബലം എന്ന് പറയുന്നത്. അതാണ് സിയോണിലേക്കുള്ള പെരുവഴികൾ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് കണ്ണുനീർ താഴ്വര ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ അവിടെ എത്തിച്ചേരും. എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും, പുകഴ്ത്തും. അത് ദൈവവുമായുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാത്. മൂന്നാമതായി നാം കാണുന്നുണ്ട്, 84 സങ്കീർത്തനം 12 വാക്യത്തിൽ കാണുന്നുണ്ട്, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാനാ, നിന്നിൽ ബലം കണ്ടെത്തുന്നവൻ ഭാഗ്യവാനാ, നിന്നിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാ. നമുക്കറിയാം, സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരു കന്യക, പ്രാർത്ഥനയോടുകൂടി വളർത്തിയ ഒരു മകൻ കാൽവറി ക്രൂശിൽ പ്രാർത്ഥനയായി തീർന്നതിൽ ഞാനും നിങ്ങളും പങ്കാളികളായിരിക്കും, അല്ലേ? തമ്പുരാന്റെ ഉയർപ്പ് പെരുന്നാളിൽ ഞാനും നിങ്ങളും ഒക്കെ ആനന്ദം കണ്ടെത്തിയവരാ, അല്ലേ? നമുക്കറിയാം, ഈ കാൽവറിയിലേക്കുള്ള യാത്രയിൽ അല്പം ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പോലും തമ്പുരാന് വേണ്ടിയ കുരിശ് ചുമക്കുവാൻ അവന്റെ ചുമലൊന്ന് ചായച്ചു കൊടുത്തൊരു മനുഷ്യനുണ്ട്. ആരാ? കുറേനക്കാരനായ ഷീമോൻ. ഈ കുറേനക്കാരനായ ഷീമോന്റെ 2 മക്കളെ കുറിച്ച് വേദോസ്തവത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മൂത്ത മകൻ റൂഫാസിനെ കുറിച്ച് പറഞ്ഞത് കർത്താവിൽ പ്രസിദ്ധനായ റൂഫാസ്. രണ്ടാമത്തെ മകനെ കുറിച്ച് സഭാ പണ്ഡിതന്മാരൊക്കെ അവരുടെ എഴുത്തുകളിൽ പറയുന്നത്, കുറേനക്കാരനായ ഷീമോന്റെ രണ്ടാമത്തെ മകൻ നോർത്തേൺ ആഫ്രിക്കയിൽ ഒരു ബിഷപ്പായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ കുറേനക്കാരനായ ഷീമോൻ വഹിച്ച കുരിശവൻ അവിടെ ഉപേക്ഷിച്ചോ? അല്ലെ? അവനത് ഉപേക്ഷിച്ചു കളഞ്ഞില്ല. ആ കുരിശിന്റെ ചുവട്ടിൽ അവൻ എന്ത് ചെയ്തു? ആ കുരിശിന്റെ ചുവട്ടിൽ അവൻ അവന്റെ കുടുംബത്തെ സുസ്ഥിരമാക്കി. ആ കുരിശിന്റെ ചുവട്ടിൽ അവൻ അവന്റെ കുടുംബത്തെ ഭദ്രമാക്കി എടുത്തു. അവൻ ആ കുരിശ് ആർക്ക് കൈമാറി? അവൻ അവന്റെ കുഞ്ഞുങ്ങൾക്ക് കൈമാറി. അതൊരു ഭാഗ്യമാ. ക്രിസ്തുവേശുവിൽ കർത്താവിൽ കണ്ടെത്തിയ ഒരു ആനന്ദവും ഭാഗ്യവുമാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് കൈമാറുക എന്നുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കളെ, നമ്മൾ നോക്കുന്ന നോയമ്പും നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകളും ഉപവാസങ്ങളും പെരുന്നാളുകളും നമ്മുടെ തലമുറയ്ക്ക് നമ്മളത് പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ അതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ഞാൻ അനുഷ്ഠിക്കുന്ന നോയമ്പ് നോയമ്പായി തീരണമെങ്കിൽ, ഉപവാസമായി തീരണമെങ്കിൽ, ഞാനും നിങ്ങളും കൊണ്ടാടുന്ന ഓരോ പെരുന്നാളും പെരുന്നാളായി തീരണമെങ്കിൽ അതെന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കോട്ടയം ഭദ്രാസനത്തെ ദീർഘനാൾ ഭരിച്ച ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളായിരുന്നു. ഇവാനിയോസ് തിരുമേനിയുടെ പ്രഘോഷണങ്ങളും ഉപദേശങ്ങളും എല്ലാം 2 വാക്കിൽ ചുരുക്കുവാൻ പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ: സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ഈ 2 വാക്കുകൾ അഭിമന്യു തിരുമനസ് പറയാത്തതായ ധ്യാന പ്രസംഗങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക. സൂക്ഷ്മതയോടും പ്രാർത്ഥനയോടും കൂടി ജീവിച്ച ഒരു കന്യകയുടെ നാമത്തിലാ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് പ്രാർത്ഥനയോടുകൂടി വളർത്തിയ മകൻ പ്രാർത്ഥനയായി തീർന്നതിന്റെ അനുഭവത്തിലാ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പാടുവാൻ സാധിക്കണം. ദുഷ്ടന്മാരുടെ ആലയത്തിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നത് എത്രയോ ഭാഗ്യം. എന്റെ യഹോവയിൽ ബലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അവനിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വളരെ പ്രസിദ്ധനായിരുന്ന ഒരു ഇംഗ്ലീഷ് പ്രീസ്റ്റ് ആയിരുന്നു ഫാദർ ജോൺ ചാപ്ലിൻ. അദ്ദേഹം ഒരു ദിവസം ഈ 84 സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗം, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വായിച്ചപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞെന്ന് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്, അത് ഞാനാ. അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാ. എന്റെ യഹോവയിൽ ആശ്രയം കണ്ടെത്തിയ ആ പറയുന്ന മനുഷ്യൻ ഞാനാ. എനിക്ക് നിങ്ങൾക്കും പറയുവാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ? ഈ വാക്കുകൾ വായിക്കുമ്പോൾ ഇത് എന്നെയും നിന്നെയും കുറിച്ച് എഴുതിയിരിക്കുന്നെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പറയുവാൻ സാധിക്കണം, അല്ലേ? യഹോവയോട് മറുതലിച്ചു നിന്ന കോരഹിന്റെ മക്കൾ
അപ്പന്റെ വഴി വിട്ട് അപ്പന്റെ വഴിയിൽ നിന്നും മാറി മുന്നേ നടന്ന യഹോവയെ ഉറ്റുനോക്കി ജീവിച്ചപ്പോൾ സങ്കീർത്തനമായി മാറിയ രാഗങ്ങളും പാട്ടുകളും ഒക്കെയാണ് നാം ഈ കാണുന്നത്. വളരെ മനോഹരമായ സങ്കീർത്തനങ്ങളാണ് കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ അങ്ങനെ വളരെ മനോഹരമായ സങ്കീർത്തനങ്ങളുണ്ട് കോരഹപുത്രന്മാരുടേതായിട്ട്. അതുകൊണ്ട് ഈ 84-ാം സങ്കീർത്തനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ സാധിക്കണം, ഞാൻ ബലം കണ്ടെത്തുന്നത് എന്റെ യഹോവയിലാണ്, ഞാൻ ആശ്രയം കണ്ടെത്തുന്നത് എന്റെ യഹോവയിലാണ്. കുരുകിലും മീവൽ പക്ഷിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് കൂട്ടിയതുപോലെ ബലിപീഠത്തെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, ബലിപീഠത്തെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടൊരുക്കിയാൽ ആ ബലിപീഠം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും കൈവിടുകയില്ല. ഓരോ ആഴ്ചയും ആ ബലിപീഠം കാത്തിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുക. പക്ഷേങ്കില് ഒരു വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് പല എക്സ്ക്യൂസസ് കാണും അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം എക്സ്ട്രാ ക്ലാസ്സസ് കാണും, ഇല്ലെങ്കിൽ ഒന്ന് ഹോളിഡേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നും. പക്ഷെങ്കില് കോരഹപുത്രന്മാർ ഇവിടെ പഠിപ്പിച്ചു തരുക, നിസ്സാരമായ കുരുകിലും മീവൽ പക്ഷിയും പോലും യഹോവയുടെ ബലിപീഠത്തിങ്കില നിങ്ങളുടെ കൂട് കൂട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂട് കൂട്ടേണ്ടത് എവിടെയാ? ബലിപീഠത്തിങ്കിലാന്ന്. ഞാന് ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ആന്റി ഇരുന്ന വേദപുസ്തകം ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. എല്ലാരും ശ്രദ്ധിച്ചു കാണും, ഏലിയ പ്രവാചകനെ കുറിച്ചാണ് വായിച്ചതല്ലേ. ഏലിയ പ്രവാചകൻ യഹോവയെങ്കിൽ ബലം കണ്ടെത്തിയ അവസ്ഥ എന്തുവായിരുന്നു? കർമ്മേൽ മലമേൽ തീയായി നിന്നവനാ. പക്ഷെങ്കില് അവന്റെ ധൈര്യം ചോർന്നു പോയപ്പോൾ എന്തോ നമ്മൾ കണ്ടത്? ഒരു വൃക്ഷത്തിന്റെ കീഴെ വന്നിരുന്ന് ഇനി മതി യഹോവ എന്ന് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെ. യഹോവയിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യൻ ഭാഗ്യവാനാന്ന കോരഹപുത്രന്മാരുടെ ഈ സങ്കീർത്തനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുമേ, യഹോവയിൽ ബലം കണ്ടെത്തുവാനും എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെ മീവൽ പക്ഷി കൂട് കൂട്ടിയതുപോലെ ആ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എനിക്ക് ലഭിച്ച സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട സാലി കൊച്ചുമ്മയാണ്. എനിക്ക് തോന്നുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാ കൊച്ചുമ്മമാർക്കും അറിയാവുന്ന ഒരു ഫേസ് ഏതാന്ന് ചോദിച്ചാൽ അത് സാലി കൊച്ചുമ്മയുടേതായിരിക്കും. കൊച്ചുമ്മ, ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു അവസരം നൽകിയതിന്. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം എനിക്ക് ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു എന്റെ മാതൃ ഇടവക ചേന്നഗിരി സെന്റ് തോമസ് ഇടവകയാണ്, തിരുമേനിയുടെ ഇടവകയാണ്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്, എന്റെ പൈതൽ പ്രായം മുതൽ ഇന്നോളം ഞാൻ ഒരു കൊച്ചുമ്മയായിട്ട് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതാവിന്റെ കരുതലും പ്രാർത്ഥനയും എനിക്കൊരു ബലമായിരുന്നു എന്ന്. അതുപോലെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ശേഷം എല്ലാ അഡ്വൈസസും ടൈംലി എനിക്ക് വേണ്ട അഡ്വൈസസ് എല്ലാം തന്ന പ്രിയപ്പെട്ട എലിസബത്ത് ആന്റി, എനിക്ക് തോന്നുന്നു ആന്റിക്ക് ഒത്തിരി പേഷ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ആന്റിയുടെ കോൾസ് ഒക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ആന്റി പിന്നെയും വിളിച്ച്, കൊച്ചുമ്മ അതങ്ങനെയാ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എല്ലാ ഉപദേശങ്ങളും എനിക്ക് ടൈംലി അഡ്വൈസസ് തന്ന പ്രിയപ്പെട്ട എലിസബത്ത് ആന്റി, ഇതിന്റെ എല്ലാ ഒഫീഷ്യൽസും, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്റെ പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛൻ, ഒരുപാട് നാളുകൾക്ക് ശേഷമാ അച്ഛനെ കാണുന്നതെങ്കിലും ഇന്നും അച്ഛൻ നൽകിയ സ്നേഹവും കരുതലും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്ന എല്ലാവരോടും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കുരുകിലും മീവൽ പക്ഷിയും കൂടുകൂട്ടിയതുപോലെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ബലിപീഠത്തെങ്കിൽ കൂടുകൂട്ടാം. എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം യഹോവയാം ദൈവം ചേർത്ത് വെക്കും. ആ ബലിപീഠത്തെങ്കിൽ ചേർത്ത് വെക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ യഹോവയെങ്കിൽ ബലം കണ്ടെത്തുവാൻ നമുക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. റീജ ജോക്കൊച്ചമ്മയുടെ അനുഗ്രഹീതമായ ഒരു പ്രഭാത സന്ദേശം നമ്മളെല്ലാം കേട്ടുകഴിഞ്ഞു. വളർന്നു വന്ന കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെയും അനുഭവങ്ങളെയും പങ്കുവെച്ചുകൊണ്ടും വേദപുസ്തകത്തിലെ ഒരു വാക്യത്തെ അടർത്തിയെടുത്ത് ദേവാലയ പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും അത് മുഖാന്തരം അവരുടെ തലമുറകൾക്ക് ലഭിക്കുന്ന ഭാഗ്യവും നന്മയും എപ്രകാരമായിരിക്കുമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതായിരുന്നു പ്രസംഗത്തിന്റെ ആദ്യോടന്ത. 84-ാം സങ്കീർത്തനമാണ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഉദ്ധരിച്ചത്. ഭാഗ്യവാൻ എന്നൊരു വാക്ക്
നമുക്ക് ധാരാളം പരിചയമുണ്ട്. പ്രത്യേകിച്ച് മലയാളം വേദപുസ്തകത്തിൽ ഈ വാക്ക് സുപരിചിതമാണ്. ധാരാളം പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് സങ്കീർത്തന പുസ്തകത്തിലും സുവിശേഷങ്ങളിലുമാണ്, അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകത്തിലുമാണെന്നുള്ള കാര്യവും നമുക്കൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്ന വാക്കിനേക്കാൾ നമുക്ക് ഉപയോഗിക്കാൻ ഇടയാകേണ്ടുന്ന വാക്ക് അനുഗ്രഹീതർ എന്നായിരുന്നു. കാരണം ഇംഗ്ലീഷ് തർജ്ജിമകളിലെല്ലാം നമ്മൾ കാണുന്ന വാക്ക് ബ്ലെസ്സഡ് എന്നൊരു വാക്കിലാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ബിയാറ്റിറ്റ്യൂഡ്, സെയിന്റ് മാത്യു ചാപ്റ്റർ 5 ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നതെല്ലാം ബ്ലെസ്സഡ് ആർ എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പം ഭാഗ്യവാൻ എന്ന വാക്കിന് തത്തുല്യമായ ഇംഗ്ലീഷ് ഭാഷ ബ്ലെസ്സഡ് എന്നുള്ളതല്ല, ലക്കി. കൂട്ടത്തിൽ ഒരാൾക്ക് ലഭിക്കുന്നതാണ് ലക്ക് എങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ് അനുഗ്രഹം. സിമ്പിൾ എക്സാമ്പിൾ ആണ്, നമ്മൾ വീട്ടിൽ താലോലിച്ച് വളർത്തുന്ന ഓർക്കിഡ് ചെടികൾക്ക് വരൾച്ചയുടെ സമയത്ത് വെള്ളമൊഴിക്കും, അത് ഭാഗ്യമുള്ളത് കൊണ്ടാണ്. അതേസമയം വീടിന് ചുറ്റും നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ വെള്ളമൊഴിക്കാൻ വിമുഖത കാണിക്കാറുണ്ട്, കാരണം വെള്ളമില്ലാത്തത് കൊണ്ടാണ്. വെള്ളമില്ല എങ്കിലും ഈ വീട്ടിനകത്ത് നമ്മൾ താലോലിച്ച് വളർത്തുന്നതിന് വെള്ളമൊഴിച്ചു കൊടുക്കും. പക്ഷെ മഴ പെയ്യുമ്പോൾ അങ്ങനെയല്ല, എല്ലാ സസ്യങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ലഭിക്കും. ഇതുപോലെയാണ് ഈ ലക്ക് എന്ന പദവും ബ്ലെസ്സഡ് എന്ന പദവും തമ്മിൽ നമുക്കതിനെ വ്യത്യസ്തതയോടുകൂടി കാണാൻ പറ്റുന്നത്. എങ്കിലും ഈ രണ്ട് വാക്കാണെങ്കിലും കൊച്ചമ്മ പറഞ്ഞ വിഷയത്തിൽ ഇതിനകത്ത് കുറവുകളൊന്നും പറ്റിയിട്ടില്ല. ഏറ്റവും ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിച്ചത്, സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഒരിക്കലും മരണമില്ല. അതിൻ്റെ ഒരു അടിക്കുറിപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Those who are always connected with the liturgical things in the church as well as in the personal level, it will not stop. അവർ മരിച്ചാലും ആ ഒരു അവസ്ഥയിൽ തന്നെ വീണ്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം, അത് സങ്കീർത്തനക്കാരൻ നമ്മളെ വരച്ചു കാണിക്കുക. വീണ്ടും പറഞ്ഞു, സിയോനിലേക്കുള്ള പെരുവഴികൾ അവർക്കുണ്ടാകും. എവിടെയാണ് സിയോൻ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കൂടെ വസിക്കാൻ, നിത്യമായി വസിക്കാൻ പറ്റുന്ന സ്ഥലത്തിന്റെ പേരാണ് സിയോൻ. അപ്പൊ അതിലേക്ക് എത്ര നമ്മൾ കൂട്ടം വിട്ടുപോയാലും അതിൽ തിരികെ എത്തും. മുടിയനായ പുത്രന്റെ കഥയിലും അവിടെ തിരികെ എത്തുക. ശിഷ്യന്മാരും ഉത്ഥാനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പതറിപ്പോയി ചിതറിപ്പോയെങ്കിലും ഒടുവിൽ അവർ ആ പെരുവഴിയിൽ തന്നെ കടന്നു വന്ന് ദൈവത്തോടു കൂടെ സംസർഗം ചെയ്ത് ഇരട്ടി ശക്തരായി മാറുകയാണ്. അപ്പോൾ ദൈവത്തോട് ബന്ധത്തിൽ ജീവിക്കാൻ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ വളർച്ചയുടെ ഘട്ടങ്ങളിലോ ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത്, ഒരു 10 വയസ്സിൽ താഴെ നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് ലോകത്തിൽ ചെന്നാലും അതിൻ്റെ ഒരു ഗുണമേന്മയും വിശേഷതയും അവനോടൊപ്പം കാണും. ആ ചിന്തകൾ പങ്കുവെച്ചു. ഏറ്റവും ഒടുവിൽ ഒരു ഭാഗ്യവാനും കൂടെ ഉണ്ട്. 12ാം വാക്യം അവസാനിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തോട് നമ്മൾ എപ്പോഴൊക്കെ ആശ്രയം വെച്ചിട്ടുണ്ടോ, അത് രോഗം വരുമ്പോഴോ പരീക്ഷ വരുമ്പോൾ മാത്രമല്ല. സോ ഇറ്റ് ഇസ് ലൈക്ക് എ സൈക്ലിക് പ്രോസസ് എവരി ഡേ. അങ്ങനെ ആശ്രയം വെക്കുന്നവനും അവനും ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ അനുഗ്രഹീതനായി തീരാനുള്ള അവസരം ലഭിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അനുഗ്രഹീതനാകുവാൻ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമുള്ള ചില കാര്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവാലയത്തിൽ ദൈവമക്കളോടൊപ്പമുള്ള സംസർഗം. അതിന് വിട്ടുവീഴ്ച വരുത്താതെ ജീവിക്കുവാനുള്ളൊരു വലിയ ആഹ്വാനം ഉച്ചമയിലൂടെ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. കൂടുതൽ ദൈവവിജ്ഞാനങ്ങൾ, ദൈവശാസ്ത്രങ്ങൾ, ദൈവചിന്തകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ കൊച്ചമ്മയിലൂടെ വീണ്ടും പ്രഭാപൂരമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളോടൊപ്പം വൈകുന്നേരം 4:30 മണി മുതലുള്ള സമയത്താണ് UK എന്ന് ഞങ്ങൾക്കറിയാം. അവിടെ വൈകുന്നേരമായി. ഞങ്ങളിപ്പോൾ പ്രഭാതമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഓരോ ടൈം സോണിലും ഡിഫറൻ്റ് ആയിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിലും ഏത് ഇരിക്കുന്നവർക്കും ഒരുപോലെ അതിന്റെ പ്രയോജനം ഉണ്ടെന്നുള്ളതിൽ തർക്കമില്ല. കൊച്ചുമ്മയുടെ അനുഗ്രഹീതമായ ഈ സന്ദേശത്തിന് ഞങ്ങളുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.